ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഏഴുകോണിലെ വിശേഷങ്ങളാണ് കേട്ടോ. അനിയൻ്റെ അടുത്ത് നിൽക്കാൻ പോയ വീഡിയോസിൻ്റെയൊക്കെ ബാക്കിയാണ് കേട്ടോ. രാവിലെ എണീറ്റ പാടിങ്ങനെ നിൽക്കുകയാണ്. അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടിനടുത്തൊരു അമ്പലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടെ പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. എല്ലാവരും ഇതാ കുളിച്ച് റെഡി ആവാണ്. അപ്പോൾ അമ്മ ഇതാ രാവിലത്തേക്കുള്ള അമ്പലത്തിൽ പോയി വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി മൈദദോശയും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള പണിയിലാണ് അമ്മ. അങ്ങനെ ദോശയും ഗ്രീൻ പീസറൊക്കെ റെഡിയാക്കി അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി റെഡിയായി അമ്പലത്തിലോട്ട് പോവുകയാണ്. വീടിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ, നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാനും മീരയും മീനുവും രമേശും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങി വന്നു. വിദ്യാരംഭം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗമർദ്ദനം ദേവതി പരമാ. വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോം ടൂർ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പോകാൻ കേട്ടോ. പിന്നെ ഇന്ന് സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ നമുക്ക് ഹോം ടൂറിലോട്ട് കിടക്കാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം 4 പോർഷനുള്ളത്. നമ്മുടെ വീട് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതിന് മുന്നേ ഞാനൊരു ഹോം ടൂർ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അനിയൻ്റെ വീട് തന്നെയാണ്. അനിയൻ്റെ ബാംഗ്ലൂരിലുള്ള വീടായിരുന്നു. ഇപ്പോൾ ഇത് അനിയൻ്റെ കൊല്ലത്തുള്ള വീട് തന്നെയാണ് ഹോം ടൂർ. അപ്പോൾ നമ്മളത് ആ സ്റ്റെപ്പ് കയറി പോകണം. ഫസ്റ്റ് ഫ്ലോറിലാണ് വീട് വരുന്നത്. നല്ല നീറ്റാണ് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ഈ വീടും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടു. നല്ല സൈലൻ്റ് ഏരിയ ആണ്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷവും കാലാവസ്ഥയൊക്കെ ആയിരുന്നു അവിടുത്തെ. അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മളിതാ വീട്ടിലോട്ട് പോവാണ്. ഇങ്ങനെ കുഞ്ഞൊരു വരാന്ത കേട്ടോ. പിന്നെ ഒരു കുഞ്ഞൊരു ഡോറൊക്കെ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. പിന്നെ അതൊരു കുഞ്ഞ് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഫാഷൻ ഫ്രൂട്ട് പൊട്ടിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ജ്യൂസൊക്കെ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചെരുപ്പ് കണ്ടോ അവിടെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. തുറന്ന് നമ്മൾ നേരെ ചെറിയ ഹാളിലോട്ടാണ് കേട്ടോ. ഇതാണ് ഹാള്. അപ്പോൾ ഇതാണ് കേട്ടോ ഹാള്. നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. മീരയും രമേശും കൂടെ സെറ്റൊക്കെ ഇപ്പോൾ ഒരു പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ഹാളിലൊരു ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഷൂ റാക്കും ആ ഹെൽമെറ്റ് ഇരിക്കുന്ന ഷെൽഫൊക്കെ ബാംഗ്ലൂരുള്ള വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ നോക്കുമ്പോൾ അറിയാം, അതിലുണ്ടായിരുന്നു. അനിയൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഷെൽഫും ഒക്കെ. ആ 2 ഷെൽഫും അനിയൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ടി വി ഇപ്പോൾ ഒരു നേരത്തെ ഉണ്ടായിരുന്നു, ആ ടി വി സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതാ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ കീ ചെയിൻ ഇടുന്നത് മീര വാങ്ങിച്ചാണ് കേട്ടോ ഓൺലൈനിൽ. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പെയിൻ്റായിട്ട് ചേർന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ധാനിയൻ്റെ കുറേ ബുക്സും കുറേ ഈ ഗ്ലാസ് പോലത്തെ ഒക്കെ നമ്മൾ ചെടി വെക്കാനായിട്ട് വാങ്ങി വെച്ചാൽ കേട്ടോ. കുറേ പോട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ചെടികളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം. ഇതൊരു റൂമാണ് കേട്ടോ. ഇതാണ് അവരുടെ ബെഡ്റൂം, മീരയുടെ രമേശിൻ്റെയും. പിന്നെ ഇപ്പുറത്തൊരു റൂം ഉണ്ടായിരുന്നു. അങ്ങനെ 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ആദ്യം എന്താ ഈ റൂം കാണിക്കാം. ഈ റൂം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ. അമ്മയോട് വന്നിട്ട് ഒരാഴ്ച കൂടുതലായി. റൂംസൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ, എനിക്കിഷ്ടമായി. പിന്നെ 2 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. പിന്നെ കബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണൊരു റൂം. പിന്നെ ഇതാ ഈ ബാത്റൂമും നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. മീരയുടെ രമേശിൻ്റെ റൂമാണ് കേട്ടോ ഇത്. എല്ലാം നല്ല അടിപൊളിയായിട്ട് അടക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മീരയുടെ പണിയാണ് കേട്ടോ, ആരെയെ കൊണ്ടൊന്നും ചെയ്തിക്കില്ല. എല്ലാം മീര തന്നെയാണ് ഇങ്ങനെ നീറ്റാക്കി വെച്ചത്. അവർ ചെന്നിട്ട് ഒരാഴ്ചത്തെ പണിയായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാനായിട്ട്. പിന്നെ അവിടെയും ഒരു കബോർഡും പിന്നെ ബാത്റൂമൊക്കെ ഉണ്ട്. ഈ റൂം AC ഉണ്ട് കേട്ടോ. പിന്നെ ഈ റൂം അത്യാവശ്യം വലിപ്പമാണ്, നല്ല വലിപ്പമുണ്ട് ഈ റൂം. കണ്ടോ ഇത്രയും സ്പേഷ്യസ് ആണ്. ഒരു ലക്കിന് കിട്ടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ വീടൊക്കെ അനിയൻ ഇങ്ങനെ വീടൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെ കേട്ട് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയതാണ്.
ഏഴുകോണിൽ വന്ന സമയത്ത് അനിയനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ കല്യാണമൊക്കെ ആയ സമയത്ത് ഇങ്ങനെ മീരയും കൂടെ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ വീടൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട് വഴി പെട്ടെന്ന് കണ്ടതാണ് കേട്ടോ വീട്. വന്ന് കണ്ട് അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അങ്ങനെ ഒരു ലക്കിന് കിട്ടിയതാ. പിന്നെ ഇതാ ഹാളിൽ നിന്ന് വരുമ്പോൾ കിച്ചൺ ഇതാണ് കേട്ടോ കിച്ചൺ. അപ്പോൾ ഇതാണ് കിച്ചൺ. കിച്ചണിലും കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം വൃത്തിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഹോം ടൂറിന് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് വിചാരിക്കേണ്ട. ഇതെപ്പോഴും ഇങ്ങനെ തന്നെ നീറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. വന്ന സമയത്ത് കുറച്ച് പണിയായിരുന്നു. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി അറേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മിക്കതും കുറേയൊക്കെ രമേശിൻ്റെ ഓൾറെഡി നേരത്തെ ഉള്ള സാധനങ്ങളും പാത്രങ്ങളൊക്കെയാണ്. പിന്നെ കുറേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീരയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അവർ കാറിലായിരുന്നു പോകുന്നത്, അമ്മയും രമേശും മീരയും കൂടെ. അപ്പോൾ എല്ലാം കൊണ്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കിച്ചണിൽ നിന്നുള്ള വരാന്തയാണ് കേട്ടോ, ബാൽക്കണി. താഴോട്ട് നോക്കിയാൽ നഴ്സറിയാണ്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, തുറന്നിടാൻ പറ്റത്തില്ല ഡോറ്, അതൊരു കാറ്റാണ് ഇവിടെ. അപ്പോൾ ഇത് കിച്ചണുള്ളത് ബാൽക്കണി. അവിടെ കുറേ സാധനങ്ങളും ചൂലും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മോപ്പൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതാ ഹാളിൽ നിന്നുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ. ഇവിടേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പ്ലാന്റ്സൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പോട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. വരുമ്പോൾ മണി പ്ലാന്റൊക്കെ കൊണ്ടുവരണം എന്ന് കരുതി, പിന്നെ നടന്നില്ല. അപ്പം ഇനി പ്ലാന്റ്സൊക്കെ കൊണ്ടുവരണം. പിന്നെ പോട്ടിംഗ് മിക്സ്ചറൊക്കെ മേടിച്ചവിടെ പോട്ട് വാങ്ങി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പ്ലാന്റ്സ് സെറ്റ് ചെയ്താൽ മതി. അതാ താഴോട്ട് നോക്കിയാൽ നഴ്സറിയും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഹാളിൽ നിന്നുള്ള ഇതാണ് കേട്ടോ, ഹാളിൽ നിന്നുള്ള ബാൽക്കണിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോം ടൂർ. സത്യം പറഞ്ഞാൽ ഞാൻ ഹോം ടൂർ എടുത്തത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കണം എന്നൊക്കെ കരുതിയെങ്കിലും നടന്നില്ല. പിന്നെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 4 മണി സമയത്ത് സാമ്പ്രാണിക്കൊടി പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെഡി ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഓടിപ്പടച്ച് ഹോം ടൂറൊക്കെ എടുത്തത്. അങ്ങനെ ഞങ്ങളിതാ സാമ്പ്രാണിക്കൊടി പോകാൻ കേട്ടോ റെഡിയായി പോകാൻ നിൽക്കുമായിരുന്നു. ഞങ്ങൾ വന്നിട്ട് പോകാൻ കരുതി ഇരിക്കുകയായിരുന്നു. ഞാനും മീനും കൂടെ വന്നിട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വരുന്നതിന് മുന്നേ 2 ദിവസം മുന്നേ അവർ 3 പേരും കൂടി മൺട്രോത്തുരത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറുള്ളൂ കേട്ടോ സാമ്പ്രാണിക്കൊടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഇറങ്ങാൻ വൈകിപ്പോയി ഞങ്ങൾ, നല്ല വൈകി. മാത്രമല്ല ഇറങ്ങാൻ നേരത്തെയാണ് ഞങ്ങൾ നോക്കിയത് സമയം. അപ്പോൾ അവിടെ 4:30 വരെ ഉള്ളൂ. ഞങ്ങളാണെങ്കിൽ ഒരു 3:30 കഴിഞ്ഞു ഇറങ്ങിയപ്പം. അങ്ങനെ നമ്മളവിടെ എത്തി. പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇതവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിനോട് ചേർന്നൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു സൈഡിലും പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഫീ ഉണ്ട് കേട്ടോ, പാർക്കിംഗ് ഫീ ഉണ്ട്. നേരെ കാണുന്ന കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതേ ഇവിടെ പാർക്കിങ്ങിന്റെ ഒരു 50 രൂപയുണ്ട്. ആ ചേച്ചി ഓടിക്കോളാൻ പറഞ്ഞു, ഓടിപ്പോയി ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. സമയം ക്ലോസ് ചെയ്യാറായെന്ന് പറഞ്ഞു. ഇവിടെ ചെറുതായിട്ടൊന്ന് പണി പാളി. 1000 രൂപ കൊടുക്കേണ്ടി വന്നു കേട്ടോ ബോട്ടിന്. കാരണം 7 പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരാൾക്ക് 150 വെച്ചിട്ടായിരുന്നു. അപ്പം നമ്മളാകെ 5 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പേരുണ്ടായിരുന്നു, നമുക്ക് ഷെയർ ചെയ്യായിരുന്നു. ഇതിപ്പോൾ നമ്മൾ 1000 പേ ചെയ്തിട്ടാണ് ഒരു ബോട്ടിന് പോയത്. നമ്മളാണെങ്കിൽ ഒരു ക്രൂവും പിന്നെ 7 പേരും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ വേറെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ പറ്റിയില്ല. അപ്പോൾ നമ്മളത് 1000 പേ ചെയ്തിട്ടാണ് ഒരു ബോട്ടിന് ഇപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകാനായിട്ട്. ഒരു ഐലൻഡാണ് കേട്ടോ, കായലിന് നടുക്ക് ഒരു ഐലൻഡാണ്. അപ്പോൾ അങ്ങോട്ട് ബോട്ടിന് പോവാണ്. ഇതാണ് കേട്ടോ നമ്മൾ പോകാനുള്ള ബോട്ട്. കുറച്ചൊന്നും പേടിച്ചായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ചേട്ടന്മാരട്ടോ. കാരണം സമയം ഏകദേശം 4:30 ആവാറായിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അവർക്ക് നമ്മളെ പറഞ്ഞുവിടായിരുന്നു, ഇല്ലയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മളാരും തോന്നുന്നു ലാസ്റ്റ്, അന്നത്തെ ദിവസത്തെ ലാസ്റ്റ് ആൾക്കാർ. കുറച്ച് പേടിയാണെങ്കിലും എനിക്ക് ഈ വള്ളത്തിലും മഞ്ചിലൊക്കെയുള്ള ബോട്ടിലൊക്കെയുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ്.
ഇതിങ്ങനെ പോകുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എൻ്റെ എംഫിൽ പഠിക്കുന്ന സമയത്ത് എംഫിലിന് പഠിക്കുന്ന സമയത്ത് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ ക്വാളിറ്റി ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. സെയിം അഷ്ടമുടി കായൽ കായംകുളം കായലായിരുന്നു. അപ്പോൾ നമ്മൾ ആ കായംകുളം കായൽ അഷ്ടമുടി കായലിലേക്ക് ജോയിൻ ചെയ്യുന്നവരെ നമുക്ക് അവിടെ നിന്നൊക്കെ സാമ്പിൾ എടുത്ത് ഇങ്ങനെ അത് ടെസ്റ്റ് ചെയ്തതായിരുന്നു എൻ്റെ ഒരു പ്രോജക്റ്റ്. അപ്പോൾ അതുപോലെ ഇതിങ്ങനെ ബോട്ടിൽ പോയിട്ടായിരുന്നു നമ്മൾ വെള്ളമൊക്കെ കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ കായലിൽ കൂടെ പോയപ്പോൾ വന്ന്. സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലിൻ്റെ നടുക്ക് ഒരു ഐലൻഡാണ്. നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന ഒരു സ്ഥലമാണ്. വെള്ളത്തിനകത്ത് ആഴം കുറഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് രണ്ട് സ്പോട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആ ഐലൻഡിലേക്ക് പോകാനായിട്ട്. രണ്ട് സ്ഥലത്തു നിന്ന് ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബോട്ടിലാണ് പോകുന്നത്. ഇവിടെ വന്ന് ഫ്രണ്ടിൽ വന്ന് നമ്മൾ പേ ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിലാണ് പോകുന്നത്. സെയിം ബോട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇതാണ് കേട്ടോ വേറൊരു സ്ഥലം. ഇവിടെ നിന്നും ബോട്ട് സർവീസ് ഉണ്ട്. ഇവിടെ വന്ന് നമ്മൾ വരുന്ന ലൊക്കേഷൻ അനുസരിച്ചിരിക്കും. നമ്മൾ വരുന്ന ദൂരം അനുസരിച്ച് ഏതാണോ എളുപ്പം അവിടെ വന്നിട്ട് നമുക്ക് ഇവിടെയും ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നും പോകാം. നമ്മളിതിന് മുന്നേ ഉള്ളൊരു സ്ഥലത്തു നിന്നാണ് പോകുന്നത്. $45 എന്താണ് അവിടെ ടൈം കേട്ടോ. ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം 45 മിനിറ്റാന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ സ്ഥലം. സാമ്പ്രാണിക്കൊടി ഐലൻഡ്. അപ്പോൾ അവിടെ ഇറങ്ങാനുള്ള സംവിധാനം കൂടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാനുള്ളത്. അങ്ങനെ ഇറങ്ങി നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന യാത്ര നല്ലതാണോ? അവരെ ജീവിത മാർഗമാണോ? പൈസ ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവം. ഇങ്ങനെ ഇറങ്ങി നടക്കാനുള്ള ഒരു ഐലൻഡ് പോലെ അവിടെ കുറച്ച് ഭാഗം ആഴം കുറഞ്ഞ ഭാഗം അവിടെ നടക്കാം. പിന്നെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ബോട്ടിൽ നിന്ന് വേറെ ഏതോ സ്ഥലത്തൊക്കെ അവർ കൊണ്ടുപോട്ടോ. അതിന് ഒരാൾക്ക് 100 രൂപ. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ചു. ഒന്നാമത് നമ്മൾ വൈകി, ഇല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു കേട്ടോ. ബോട്ടില്ല, വഞ്ചിയില്ല കേട്ടോ. വഞ്ചിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. വേറെ ഏതോ ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുപോയി 1 അവർ എന്തോ ആണ്. അപ്പോൾ അതിലൊരാൾക്ക് 100 രൂപ. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ചു. നേരം വൈകിയതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചിട്ടാ. പിന്നെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് അവിടെ കാണാനുള്ളത്. ഇങ്ങനെ കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം, ഫോട്ടോസ് എടുക്കാം. പിന്നെ കുറച്ചും കൂടെ തിരക്കൊക്കെ ഉണ്ടാവുന്ന ഞായറാഴ്ചകളിലാണ്. കുറച്ചും കൂടെ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇട ദിവസമാണ് പോയത്. എന്നാ മതി. ഞാൻ ചാമ്പ്യൻ നമുക്ക് അങ്ങോട്ട് പോയി എന്റെ പേര് മീനി കൊണ്ടേക്കോ, വീട്ടിൽ കൊണ്ടേക്കോ, കൊണ്ടേക്കോ, പോക്കറ്റിലിട്ടോണ്ടേക്കോ. പോക്കറ്റില്ലേ ഭാവിക്ക്, പോക്കറ്റില്ലേ അതിൽ പിടിച്ചു കൊണ്ടേക്കോ. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഒരു ഡാൻസ് വീഡിയോ എടുത്താൽ കൊള്ളാന്നിങ്ങനെ തോന്നി. പക്ഷേ വെളിച്ചക്കുറവ് കാരണം പിന്നെ നമ്മൾ ചെയ്തില്ല. അപ്പം ഇത്രയ്ക്കുള്ളവിടെ കാണാൻ കേട്ടോ. കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യാം, അത്ര തന്നെ. പിന്നെ ഫോട്ടോസ് എടുക്കാം, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.
പിന്നെ അവിടുന്ന് ഒരു വഞ്ചിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, എവിടേക്കോ കൊണ്ടുപോകും കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് പോയില്ല. തന്നെ പൊട്ടി കയറിയല്ല ഞങ്ങള്. അവിടെ ഒരു കൊച്ചു കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വർത്താനമാണ് ആള്. കുറേ നേരം ആളുടെ അടുത്തിട്ട് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരോടും നല്ല വർത്താനം, നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സാമ്പ്രാണിക്കുടിയിലെ വിശേഷങ്ങൾ. പിന്നെ സൺഡേ ആണ് കുറേ കൂടി തിരക്കൊക്കെ ഉണ്ടാവുക, ആൾക്കാരും ബഹളവും കച്ചവടമൊക്കെ ഉണ്ടാവാന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച കടയിലെ ചേച്ചിയാണ് പറഞ്ഞത് ഞായറാഴ്ച കുറച്ചും കൂടി തിരക്കും കച്ചവടമൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. വന്ന ബോട്ടിൽ തന്നെ നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്താ പോരുകയാണ്. എല്ലാവരോടും അവിടെ വിസിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കേട്ടോ നമ്മളെയും കടത്തി വിട്ടത് അങ്ങോട്ടേക്ക്. കാരണം നമ്മൾ കറക്റ്റ് 4:30 ആയപ്പോൾ നമ്മളവിടെ എത്തുന്നത്. നമ്മുടെ ബോട്ടിൽ വേറൊരു ചേട്ടൻ കയറ്റിണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചേട്ടൻ തന്നെയായിരുന്നു, അവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങി. ഞാൻ നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു 2 സ്ഥലത്ത് നമുക്ക് സാമ്പ്രാണിക്കുടിയിലോട്ട് പോവാം. അപ്പോൾ അത് ഈ ഒരു സ്പോട്ടിൽ നിന്ന് പോകാം. അവിടെ ആ ചേട്ടൻ അവിടെ ഇറക്കിയിട്ടാണ് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തന്നെ പോയത്. സംഭവം വലിയതായിട്ടൊന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഈ കായലും കടലും ഇങ്ങനെ കാണാനും ബോട്ട് യാത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അവിടെ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കാം, കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ സ്പെൻഡ് ചെയ്യാം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഫോട്ടോസ് എടുക്കാം. പിന്നെ അടിപൊളിയല്ലേ, കായലിൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ച് ഭാഗം, ആഴം കുറഞ്ഞ ഭാഗം, അവിടെ ഇങ്ങനെ കുറേ നേരം വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യാം. അതിന് നടുക്ക് കച്ചവടങ്ങളൊക്കെ, അങ്ങനെ ആ ഒരു ഭംഗി നല്ല രസമാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ പോകാം. ഭയങ്കര സംഭവമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ അവിടെ ചെന്നപ്പോൾ. ഞങ്ങൾക്ക് എന്തായാലും അവിടെ ആർക്കും തോന്നിയില്ല. പിന്നെ ഈ ഒരു ബോട്ട് യാത്രയും വെള്ളത്തിൽ ഇങ്ങനെ കുറേ നേരം നിൽക്കാം എന്നുള്ളതൊക്കെ ഉള്ളൂ. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് അവിടെ എത്തി. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാനൊക്കെ കുറേ ബെഞ്ചും കാര്യങ്ങളും, പിന്നെ അതിനോട് ചേർന്നൊരു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആകെ നനഞ്ഞു കുളിച്ചിട്ടോ. നമ്മൾ ഡ്രസ്സൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും ദിവസം നിൽക്കണം എന്ന് വിചാരിച്ചില്ലല്ലോ. കൊട്ടാരക്കരയിലൊരു അമ്പലമില്ലേ, പോകും വഴിക്ക് അവിടെ കയറിയിട്ട് പോവാ. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. പിന്നെ ട്രെൻഡ്സിൽ കയറി കേട്ടോ. എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ട്രെൻഡ്സിൽ കയറി. ഉണങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഡ്രസ്സൊക്കെ. അവിടെ നിന്ന് നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം. അപ്പോൾ ഇങ്ങനെ ഉണങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അടുത്ത ദിവസം നമ്മൾ തെങ്കാശി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.